ഹലോ വെൽക്കം ബാക്ക്. അമൽ ഹസൻ. കമ്പനിയിൽ ഡിപ്ലോമയ്ക്ക് പോകരുത് അല്ലെങ്കിൽ ബിടെക്കിന് പോകരുത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആര് പോകരുത്? IT കഴിഞ്ഞ ആളുകൾ വിചാരിക്കുന്നു ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, ഡിപ്ലോമ ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും. ഡിപ്ലോമ കഴിഞ്ഞവർ ബിടെക്ക് നല്ല ജോലി സാധ്യതയുണ്ട്, സാലറി ഉണ്ട് എന്നൊക്കെ കരുതിയിട്ട് പോകും. എന്നാൽ ഇവരാരും ഇപ്പോൾ IT കഴിഞ്ഞിട്ട് ITയുടെ ജോലി നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം, ഡിപ്ലോമ കഴിഞ്ഞ് ഡിപ്ലോമ രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. സോ നിർബന്ധമായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ITയുടെ ഹയറാണ് ഡിപ്ലോമ എന്ന് പറയുമ്പോൾ, ഡിപ്ലോമയുടെ ഹയറാണ് ബിടെക് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് മൂന്ന് രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. മൂന്നിനും മൂന്നിൻ്റേതായിട്ടുള്ള സാധ്യതകളാണുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സാധ്യതകൾ ആണുള്ളത് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് ഒരു വർഷമെങ്കിലും ജോലിക്ക് പോകാൻ തയ്യാറാവുക. ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് നേടാൻ ശ്രമിക്കുക. അതിനുശേഷം ആ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് നേടുമ്പോൾ എന്താണ് ഇനി അടുത്ത കോഴ്സ് എടുത്താലുള്ള പ്രയോജനം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച് ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഡിപ്ലോമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ബിടെക്കിന് പോവുക. അതല്ലാതെ IT കഴിഞ്ഞ ഉടനെ ഓക്കെ ഇനി ഡിപ്ലോമ എടുക്കാം, ഡിപ്ലോമ കഴിഞ്ഞ ഉടനെ ഓക്കെ ഇനി ബിടെക് എടുക്കാം, ഇങ്ങനെ വീണ്ടും അക്കാഡമിക് തലത്തിൽ മാത്രം പഠിച്ചു പോകുന്നതിനേക്കാളും 100% ബെറ്ററാണ് ഒരു ബ്രേക്ക് എടുത്ത് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് നേടി അവിടെയുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇനി എന്തിനെനിക്ക് ഹയർ സ്റ്റഡി ഉള്ളവർ ഇവിടെ എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഹയർ സ്റ്റഡിയിലേക്ക് പോകുന്നത്. സോ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, നമുക്ക് എന്താണ് ആ കമ്പനികളിലെ സാഹചര്യം എന്ന് മനസ്സിലാക്കാം, അവിടെ ഹയർ സ്റ്റഡീസുകാർക്കുള്ള അവസരങ്ങൾ മനസ്സിലാക്കാം, ഏത് രീതിയിൽ നമ്മൾ ഹയർ സ്റ്റഡിയെ സമീപിക്കണമെന്ന് മനസ്സിലാക്കാം. അതല്ലാതെ വെറുതെ പുഴുക്കളായി മാറിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യം കൂടി, IT എന്ന് പറയുന്നത് വർക്കർ, അതായത് ക്രാഫ്റ്റ്മാൻ ട്രെയിൻ സ്കീം എന്നാണ് പറയുന്നത്. ഒരു വർക്കർ തലത്തിലുള്ള പോസ്റ്റുകളാണ് അവിടെ ഉള്ളത് മുഴുവനും. ഡിപ്ലോമ എന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ട് രീതിയിൽ കൂടി, അതായത് ഒരു ടെക്നീഷ്യൻ ആവാനും ഒരു സൂപ്പർവൈസർ ആവാനുമുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് അവിടെ ഉള്ളത്. ബിടെക് ആകുമ്പോഴത്തേക്കിനും കുറച്ചുകൂടി ഹയർ പോസ്റ്റുകളിലേക്കുള്ള രീതിയിലാണ് അവിടെയുള്ളൊരു അക്കാഡമിക് ഉണ്ടാകുന്നത്. സോ ഏറ്റവും അധികം ഒഴിവുകളുള്ളത് ITI ആണ്, പിന്നീട് ഡിപ്ലോമയാണ്, പിന്നീടേ ഉള്ളൂ ബിടെക്കിൻ്റെ സാധ്യതകൾ. അതുകൊണ്ട് ഒഴിവില്ല, അല്ലെങ്കിൽ അത് ഡിപ്ലോമ പഠിച്ച് ഹയർ സ്റ്റഡി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജോലി കിട്ടും, അത് വെറുതെയാണ്. അങ്ങനെയല്ല, ഹയർ സ്റ്റഡി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് പറയുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരുന്നത് പോലെയല്ല. നമ്മൾ ഒരു കമ്പനിയിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്, എവിടെയെങ്കിലും ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ ചെറിയ സാധ്യതയിലായിരുന്നാലും നിന്നുകൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള 100% ബെനിഫിറ്റ് ഉണ്ടാകും. അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും അത് അങ്ങനെ തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു.